ഒരു കഥ ചൊല്ലട്ടുമോ? കഥ ചൊല്ലട്ടുമോ സാർ? നിങ്ങൾ കേട്ട കഥയാണ്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കഥയാണ്. അതായത് ഒരു ദിവസം നാരദൻ നമ്മുടെ കൈലാസത്ത് നിന്നിട്ട് ശിവനുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം കയ്യിലൊരു പഴവും കൂടെ കരുതിയിരുന്നു. അപ്പോൾ പറഞ്ഞു, അയ്യോ 2 കുട്ടികളുണ്ടല്ലോ, ഇതിലാർക്ക് ഞാൻ ഈ പഴം കൊടുക്കും? അപ്പോൾ ഒരു തർക്കം ഉണ്ടാക്കാൻ എടുക്കാനാണല്ലോ എപ്പോഴും നാരദൻ. നാരദൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മേഘങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ വേറെ ഏതോ മണ്ഡലത്തിൽ നിന്ന് വരുന്നതാണ്. കൈലാസം മറ്റൊരു മണ്ഡലമാണ്. അതിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ സംഹാരം മുഴുവൻ നടക്കുന്നത്. അതുപോലെ ബ്രഹ്മാവിൻ്റെ ഇതിൽ നിന്നാണ് സൃഷ്ടി മുഴുവൻ നടക്കുന്നത്. അതുപോലെ തന്നെ അതിനെയൊക്കെ നിലനിർത്തിക്കൊണ്ടുവരുന്നത് മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠം. ഇങ്ങനെയാണ് നമ്മുടെ ഭാരതീയ സങ്കല്പം. അപ്പോൾ നാരദൻ അങ്ങനെ ഈ പഴത്തിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ അവസാനം ഒരു മത്സരം വെച്ചു, ഒരു സൗഹൃദ മത്സരം. എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ, അതായത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചം മുഴുവൻ ആരാണോ ഒന്ന് വലം വെച്ചിട്ട് വരുന്നത് അയാൾക്കിലെ പഴം കിട്ടും. അങ്ങനെ മത്സരം തുടങ്ങി. നമ്മുടെ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിൻ്റെ പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മയിലുണ്ട്, അതിൽ കയറി പ്രപഞ്ചം മുഴുവൻ ഇറങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. ഗണപതി പഴവും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സുബ്രഹ്മണ്യൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ? ഞാനല്ലേ പ്രപഞ്ചം മുഴുവൻ ചുറ്റി വന്നത്. അപ്പോൾ നാരദൻ പറഞ്ഞു, ശരിയാണ്, അങ്ങ് ഭൗതിക പ്രപഞ്ചം മുഴുവൻ ചുറ്റിയിട്ട് വന്നു. പക്ഷേ ഗണപതി ചെയ്തത് എന്താണ്? പരമശിവനെയും പാർവതിയെയും വലം വയ്ക്കലാണ് ചെയ്തത്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ ദേവിയും ഈ ദേവനുമാണ്. അവരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ജീവൻ. അവരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സംഹാരം ചെയ്യുന്നതും പുതിയ സൃഷ്ടിക്ക് വേണ്ടി വഴിയൊരുക്കുന്നതും. അപ്പോൾ അവരെ രണ്ടുപേരെയും ചുറ്റിയാൽ മതി. ഇത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ അല്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശിവനും പാർവതിയാണ്. അങ്ങനെ ബുദ്ധിമുട്ടണ്ട. ഇപ്പം ക്വാണ്ടം ഫിസിക്സ് വളരെ വ്യക്തമായി നമ്മുടെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ജഗത് മിഥ്യ ബ്രഹ്മം സത്യം. സംസ്കൃതത്തിലല്ല, വേൾഡ് ഈസ് എൻ ഇല്യൂഷൻ. നമുക്ക് തോന്നുന്നതാണെന്ന്, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതൊരു കാര്യം. രണ്ടാമതൊരു കാര്യം, ആറ്റം കൊണ്ടും മോളിക്യൂൾ കൊണ്ടൊന്നും അല്ല ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെയും ഉള്ളിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അതൊരു വരി നാരുകൾ പോലെയാണ്. സ്ട്രിങ്സ് തിയറി അനുസരിച്ച് അതങ്ങനെയാണ്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറയുന്നത് ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും. ഇതിൽ ഭൂരിപക്ഷം ഡാർക്ക് എനർജിയാണ്. ബാക്കി കുറേ ഭാഗം ഡാർക്ക് മാറ്ററും പിന്നെ മറ്റു ചില കാര്യങ്ങൾ. Most of the universe is not made out of atoms. Every textbook is wrong. Every chemistry class is wrong. Your high school chemistry teacher was wrong in saying that everything's made out of atoms. We now know that most of the universe is made out of dark matter and dark energy. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഡാർക്ക് എനർജി 74% ഉണ്ടെന്നാണ്. പിന്നെ 23% എന്തോ ഡാർക്ക് മാറ്റർ. ലോകത്തെ മനുഷ്യരെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ 0.05% ഉള്ളൂ വേൾഡിൽ. എന്തിന്? ഈ നക്ഷത്രങ്ങൾ ബില്യൻസ് ആൻഡ് ബില്യൻസ് ആൻഡ് ബില്യൻസ് ഓഫ് നക്ഷത്രങ്ങളാണല്ലോ. അതായത് ഭൂമിയിലെ കടൽപ്പുറങ്ങളിലുള്ള മണൽത്തീരകൾ എത്രയുണ്ടോ അതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതൽ നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ പോലും വളരെ കുറച്ചുള്ളൂ, 2-3% ഉള്ളൂ. അപ്പോൾ ഈ ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററുമാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് ഇന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നമ്മളൊന്നുമല്ല. ഇതിൻ്റെ സൃഷ്ടികൾ ഈ സൂര്യനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ബ്ലാക്ക് ഹോളുകളെയും വൈറ്റ് ഡോർഫുകളെയും ഇതിനെല്ലാം സൃഷ്ടിച്ച് സംഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത ശക്തിയാണ് ഈ മാറ്ററും എനർജിയും. അപ്പോൾ അതിനെ വലം വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? തീർച്ചയാണ് ഈ പ്രപഞ്ചത്തെ വലം വെച്ചു. ഈ ജ്ഞാനം സുബ്രഹ്മണ്യനില്ലായിരുന്നു. സുബ്രഹ്മണ്യൻ പിണങ്ങിപ്പോയി. എന്നിട്ട് അദ്ദേഹം പോയി ഒരു ഗംഭീര ധ്യാനത്തിലൂടെ ഈ സത്യം മനസ്സിലാക്കി. എന്താണ്? നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരനാണ് നമ്മളെന്ന്. അതാണ് അറിയേണ്ട ജ്ഞാനം. ഈ ജ്ഞാനത്തെ തേടി മഹർഷിമാരൊക്കെ പോകുന്ന ഇതാണ്. ഞാനൊരു ശരീരമാണ്, ഞാനൊരു മനസ്സാണ്, ഞാൻ ഇന്ന ആളാണ്, ഇന്ന പേരുള്ള ആളാണ്, ഇന്ന അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പുത്രനാണ്, എനിക്ക് ഇന്ന വസ്തുക്കളൊക്കെ ഉണ്ട്, എനിക്ക് ഇങ്ങനൊരു പേരുണ്ട്, എനിക്ക് അഭിമാനമുണ്ട്, എനിക്ക് യൗവനമുണ്ട്, സൗന്ദര്യമുണ്ട്, ഇത്ര കഴിവുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്നും എല്ലായ്മയ്ക്കകത്ത് വീണുപോയി. ഇതൊന്നുമല്ല സത്യം.
എൻ്റെ ശരീരത്തിനുള്ളിരിക്കുന്ന ആത്മാവാണ് ഞാൻ. ആ ആത്മാവിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര പണ്ഡിതനായിട്ട് യാതൊരു കാര്യമില്ല, എത്ര ശാസ്ത്രജ്ഞനായിട്ടും കാര്യമില്ല, എത്ര സാഹിത്യകാരനായിട്ടും കാര്യമില്ല, ഒന്നുമില്ല. ഓരോ ആത്മാവും ഈ ഭൂമിയിൽ വരുമ്പോൾ ഈ സത്യം മനസ്സിലാക്കണം. ഈ സത്യം മനസ്സിലാക്കിയില്ലെങ്കിലോ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ രമിച്ച് ആസ്വദിച്ച് പൊങ്ങച്ചം കാണിച്ച് ഞാൻ മഹാമിടുക്കനാണെന്ന് ഭാവിച്ച് മൈക്കെടുത്തൊക്കെ പ്രസംഗിച്ചു നടക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയും, നമ്മുടെ ഹൃദയം എന്താണ്, ഇത് അല്ല, ഇത് നീ അല്ല, സോഹം സോഹം എന്നത് മന്ത്രിക്കും, ഞാൻ അതാണ്. മെഡിറ്റേഷനിൽ നിന്ന് നിങ്ങൾ ഹൃദയത്തിൻ്റെ ആ മിടിപ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, അത് സോഹം എന്നാണ് പറയുന്നത്. യു ആർ നോട്ട് ദിസ്, യു ആർ ദാറ്റ്. ഈ ദാറ്റ് എന്താണ്? ഇതിനെയാണ് ബുദ്ധൻ അന്വേഷിച്ചത്, ഇതിനെയാണ് ആദിശങ്കരൻ അന്വേഷിച്ചത്, ഇതിനെയാണ് രാമകൃഷ്ണ പരമഹംസർ അന്വേഷിച്ചത്, സ്വാമി വിവേകാനന്ദൻ അന്വേഷിച്ചത്, നീലകണ്ഠ ഗുരുപാദർ അന്വേഷിച്ചത്, സ്വാമി സത്യാനന്ദ സരസ്വതി അന്വേഷിച്ചത്, ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയൊക്കെ അന്വേഷിച്ചതും കണ്ടെത്തിയതും അതാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ, മഹർഷിമാർ, ഇതൊക്കെ മണ്ടന്മാരാണ്, അവർക്കൊന്നും അറിഞ്ഞുകൂടാ. എന്തിനാണ് ഹിമാലയത്തിൽ പോയി താടിയൊക്കെ വളർത്തി ജീവിതം പഴക്കണമെന്ന് പറയുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ. പിന്നിലെ കറുത്തവാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം അദ്വൈത വേദാന്തം ഭഗവത്ഗീത കൊണ്ടു മറച്ചു, ഇത്ര നാൾ ഭഗവത്ഗീത കൊണ്ടു മറച്ചു. അവരൊന്ന് കേൾക്കണം. ഇവരൊക്കെ അഗാധമായ ധ്യാനത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം അവരുടെ ജന്മത്തിൻ്റെ വാസന കൊണ്ട്. ജനിക്കുമ്പോഴേ ഒരു വാസന ഉണ്ടാവും ഇവർക്കൊക്കെ. ആ വാസന കൊണ്ട് അവർക്കറിയാം ഈ കാണിക്കുന്നതൊക്കെ വെറും പൂച്ചാണ്, പ്രഹസനമാണ്, ഞാൻ ഈ ശരീരമല്ല, ഇതം നമമ, ഇതെൻ്റെ ശരീരമല്ല, ഈ മനസ്സ് എൻ്റെ അല്ല, ഈ പ്രസിദ്ധിയും ഈ ബാങ്ക് ബാലൻസും ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇതൊന്നും ഒരു കാര്യമില്ല. കാര്യം എന്താണ്? ഈ സ്പേസ് സൂട്ട് പോലെ ഒരു ശരീരവും പേര് വന്നിരിക്കുന്നത് ഞാനുണ്ടല്ലോ, എൻ്റെ ഹാർഡ്വെയറും എൻ്റെ മനസ്സായ സോഫ്റ്റ്വെയറും ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിലെ ഒരു ഭാഗം മാത്രം, വളരെ ചെറിയൊരു ഭാഗം. എന്നാൽ എങ്ങനെയാണ് ഒരു ആറ്റത്തിനകത്ത് അത്ഭുതകരമായ എനർജി ഇരിക്കുന്നത്, അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ഈശ്വരനുണ്ട്. അതിനെയാണ് നമ്മൾ ജീവാത്മാവെന്ന് പറയുന്നത്. ആ ജീവാത്മാവ് പരമാത്മാവിൽ എപ്പോൾ എത്തിച്ചേരുമോ അപ്പം നമ്മൾ പൂർണ്ണമായി. അതുവരെ ജന്മാന്തരങ്ങളിൽ നമ്മൾ പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ ജന്മത്തിൽ പെടുമ്പോഴും നമ്മൾ ശിവനോടും പാർവതിയോടും പറഞ്ഞിട്ട് വരുന്ന, ഇത്തവണ ഞാൻ ഒരിക്കലും വീഴില്ല മായയിൽ, പക്ഷേ വന്ന് പെട്ടുപോകും. സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അഭിമാനം, സ്വന്തം ജാതിയെക്കുറിച്ചുള്ള അഭിമാനം, അതിനെക്കാട്ടിൽ ഇപ്പോൾ കൂടുതലാണ് എന്താണ്, പാർട്ടിയെക്കുറിച്ചുള്ള അഭിമാനം, ഈ രാഷ്ട്രീയ വർഗീയത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എൻ്റെ പവറിനെ കുറിച്ച്, എൻ്റെ BMW കാർ, ഓരോരുത്തർ കാറൊക്കെ വാങ്ങിച്ചിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നില്ലേ, ഇതൊക്കെ ഈ മിഥ്യയിൽപ്പെട്ട് കിടക്കുന്നുണ്ടാണ്. ഇതൊന്നും നിലനിൽക്കില്ല. ഇതൊക്കെ കുറച്ച് കാലത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണോ ഞാൻ? അല്ല, ഞാൻ എന്നും നിലനിൽക്കുന്നതാണ്. അതാണ് ഭഗവത്ഗീത പറയുന്നത്. നീ മരിക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല, അല്പകാലം ഇവിടെ ഒരു യാത്രയ്ക്ക് വന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ആ യാത്രയുടെ ഉദ്ദേശം നമ്മൾ ആത്മാവാണ് എന്ന് തിരിച്ചറിയുന്നത്. അതിന് തയ്യാറാവുമ്പോൾ, സാധാരണ ഇതിൽ തയ്യാറാവില്ല, ഈ സുഖങ്ങളിലെല്ലാം പെട്ടങ്ങ് പോവും. പണം എണ്ണിത്തീരുമ്പോഴുള്ള സന്തോഷം, മക്കളൊക്കെ ഇങ്ങനെ വലിയ നിലയെത്തുമ്പോഴുള്ള സന്തോഷം, പിന്നെ ആരെങ്കിലും പ്രേമിക്കുമ്പോഴുള്ള സന്തോഷം, എൻ്റെ എല്ലാം അല്ലേ എന്നൊക്കെ ആരെങ്കിലും കെട്ടിപ്പിടിച്ചുകൊണ്ട് പാടുമ്പോൾ ദൈവം ചിരിക്കുന്നുണ്ടാണ്. ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ഇതുപോലെ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാടിയ. ഇങ്ങനെ മായയിൽ പെട്ടുകൊണ്ടേയിരിക്കും. ഞാനാരാണ്? ഞാൻ വലിയൊരു സന്യാസിയാണ്, ഞാൻ നടക്കുമ്പോൾ ആളുകളൊക്കെ എന്നെ നമസ്കരിക്കണം, ഇങ്ങനെയൊക്കെ തോന്നില്ലേ? ഞാൻ ഭയങ്കര ബിഷപ്പാണ്. അപ്പോൾ ക്രിസ്തു പറഞ്ഞ പോലെ അങ്ങാടിയിൽ വന്ദനം പ്രതീക്ഷിക്കും. ഏതെങ്കിലും പ്രസംഗത്തിന് വിളിച്ചല്ലോ, എനിക്കെന്താണ് അവിടെ ചെയ്യേണ്ടത്? ഉദ്ഘാടനമാണോ, അധ്യക്ഷ സ്ഥാനമാണോ, ഇങ്ങനെ ചോദിക്കുന്നത് എല്ലാവരും ചോദിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആരുമാണ്? ഞാൻ ആരുമല്ല. ചിന്തിച്ച് നോക്കൂ, ധ്യാനിച്ച് നോക്കൂ, അപ്പോൾ അറിയാം ഈ ശരീരത്തിൻ്റെ ഈ മനസ്സിൻ്റെ ഒക്കെ അപ്പുറം ഒരു ലോകമുണ്ടെന്ന്.
ഈ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ടൈം ഡയമെൻഷനിൽ നിന്ന് ക്രോസ് ചെയ്ത് പോകണം. ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മഹർഷിമാർ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലാവും. എന്താണ് ഈ ഡാർക്ക് മാറ്ററും അതുപോലെ ഡാർക്ക് എനർജിയും പിന്നെ നിരവധി ലോകങ്ങളും ഇതെല്ലാം കൂടെ ചേർന്നാണ്. അതിനുവേണ്ടി ഇറങ്ങണം. വളരെ ഏകാന്തമായിട്ട് ജപത്തോടുകൂടി ധ്യാനത്തോടുകൂടി പഠനത്തോടുകൂടി പഠിച്ച് എടുത്ത് സാക്ഷാത്കരിക്കേണ്ടതാണ്. അത് എളുപ്പമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്രയധികം ഭൗതിക വാസന നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ വലിയൊരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ്, നിങ്ങൾക്ക് ലുംബോർഗിനി കാറൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇറ്റാലിയൻ മാർബിളൊക്കെ ഇട്ട വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ മക്കളെല്ലാം ഡൂൺ സ്കൂളിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ വലിയ ഗംഭീര സ്കൂളുകളിലൊക്കെയാണ് പഠിക്കുന്നത്. ശരി, ഒക്കെ ശരിയായിരിക്കാം. നിങ്ങളുടെ ഭാര്യ വളരെ സുന്ദരിയാണ്, വാട്ടർ തേജസ്, സ്നേഹസമ്പന്നയാണ്, ഒക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ദിവസം 10 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തും ഇങ്ങനെ ജെറ്റുകളിലെ ലോകത്ത് കറങ്ങി നടന്നിട്ട് ഉണ്ടാക്കുന്ന പണം, ഈ പണം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ലോകത്തിലെ വില, അതൊക്കെ ഒരു തരത്തിലും നിങ്ങളുടെ ആത്മാവിനെ സംതൃപ്തമാക്കാൻ പറ്റുന്നില്ല. ആഫ്റ്റർ ഓൾ ദിസ് എ റാറ്റ് റേസ്. ഓടുകയാണ് എലികൾ ആയിരക്കണക്കിന്, അതിൻ്റെ മുന്നിലെത്താൻ നമ്മൾ അല്ലേ? Even if you become a successful rat, you are only a rat. അത് മനസ്സിലായി. വെറും സാധാരണ ഒരു ജന്തുവിനെ പോലെ ഉള്ളൂ. ഇര തേടുക, ഇണ ചേരുക, കുട്ടികളെ വളർത്തുക, ഇതിനപ്പുറമൊന്നുമില്ല. മൃഗങ്ങൾക്ക് പിന്നെ 3 ഉള്ളൂ: ഇണ ചേരുക, അതുപോലെ ഇര തേടുക, പിന്നെ കുട്ടികളെ വളർത്തുക. ഇതല്ലേ നിങ്ങളും ചെയ്യുന്നത്? അങ്ങനെയാണോ? അതിനുവേണ്ടിയാണ് ഇത്രയും ബുദ്ധിയും ഇതൊക്കെ മനുഷ്യന് തന്നിരിക്കുന്നത്, ഇത്രയും അറിവ് തന്നിരിക്കുന്നത് അല്ല എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഉള്ളിൽ ചോദിക്കും, രമണ മഹർഷി ചോദിച്ച പോലെ, ഞാൻ ആര് എന്ന് ചിന്തിക്കണം. ആ ചിന്തയിൽ നിന്ന് തുടങ്ങുന്നു സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്.